ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ, അതായത് മലപ്പുറത്താണ് ഇവിടുത്തെ ഉമ്മ. അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമെന്ന് എപ്പോഴും പറയും. പക്ഷേ ഇതുവരെ എനിക്ക് ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കിതേ ഉണ്ടാക്കി തന്നിരിക്കുന്ന നോക്കിയേ. ഇതിൻ്റെ പേരെന്താ? പഴമെന്നാണ് ഇതിൻ്റെ പേര്. പറ എന്തുവാ? നമുക്ക് വിദഗ്ധരോട് ചോദിക്കാം. എന്താ പേര്? പഴം വാട്ടിയത്. അപ്പം പഴം വാട്ടിയത് നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുവാണ് പഴം വാട്ടിയത് കഴിക്കണമെന്ന്. ഒന്ന് കഴിച്ച് കാണിച്ചു കൊടുത്തേ. അപ്പം മുഫി തന്നെ ഇത് കുറച്ച് കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോഴാണ് ഞാൻ മൈക്കൊക്കെ കണക്ട് ചെയ്ത് വന്നത്. ഞാൻ ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ. നല്ല പഴത്തിൻ്റെ ടേസ്റ്റ്. അതായത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഏത്തപ്പഴം എന്ന് പറയുന്നത് നല്ല പഴുത്തുടഞ്ഞ പഴം, പിന്നെ മുട്ട, പിന്നെ ഏലക്ക, പഞ്ചസാര. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. പുറകിൽ ആൾക്കാർ ഇരിപ്പുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പഴം വാട്ടിയത് ഉണ്ടാക്കി തന്നാൽ അപ്പം ഇനി എനിക്ക് കുറച്ച് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരണം. കാര്യം എൻ്റെ ഫോളോവേഴ്സിന് അത് കാണേണ്ടതുണ്ടല്ലേ. ഇപ്പം ഗസ്റ്റിന് ഉണ്ടാക്കിയിട്ടത് മൊത്തം വീട്ടിലെ ഉടമസ്ഥനാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ഗ്രഹനാഥൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ, വാട്ടർ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് പുള്ളിക്ക് വയ്യായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ ഫേമസ് ആണ്. മതപണ്ഡിതന്മാരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യട്ടല്ലേ. മിണ്ടുന്നില്ല. എങ്ങനെയുണ്ട് ഉമ്മയുടെ ഫുഡ്? എങ്ങനെയുണ്ട്? വൈഫ് എവിടെ? വൈഫ് എങ്ങോട്ട് പോയി? വൈഫ് മേളിലേക്ക് പോയി. അപ്പോൾ വൈഫിൻ്റെ പ്രസൻസ് ഇല്ലാതെ നമ്മളിപ്പോൾ അത് കഴിക്കുന്ന കാര്യം, ഇത് അവരെപ്പോഴും കഴിക്കുന്നതല്ലേ, അപ്പം വേണ്ട. പക്ഷേ അതായത് മുഫിയുടെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. ആളെ വെയിറ്റിംഗ് ആണ് നമ്മൾ. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആലപ്പുഴയിൽ വളരെ ഫേമസ് ആണ്. അജ്മൽ എന്ന് പറയും. പുള്ളിക്കൊരു അല്ലേ ജനസേവന ലാബിൻ്റെ ഓണർ. ശരിക്കും നമ്മൾ നമ്മുടെ കണ്ടന്റിൽ നിന്ന് മാറിപ്പോവാണ്. നമ്മുടെ കണ്ടന്റ് ഇതാണ് അല്ലേ. അതായത് അജ്മൽ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം തിന്നു തീർക്കുമെന്നാണ് അജ്മലിൻ്റെ ഫ്രണ്ട് പറയുന്നത് അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. മെയിൻ പ്രത്യേകത എന്താ അറിയോ? 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഇത് ഉണ്ടാക്കാൻ. അപ്പം ഞാനിനി ആലുവ പോയി കഴിഞ്ഞാൽ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാനാണ്. കാര്യം പെട്ടെന്ന് പണി കഴിയും. ഹെൽത്തി ആണല്ലേ. ഇത് ഇവരൊക്കെ കണ്ടോ? ഇവരെ ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പിന്നെ നിങ്ങൾക്ക് പറയാത്തൊരു കാര്യം, ഇതാണ് ആഡം ഹോളിഡേയ്സിൻ്റെ അല്ലേ ഓണറിലൊരാൾ. ഇനി പുതിയ കണ്ടന്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കാര്യം ഇനി എവിടെയാണ് നെക്സ്റ്റ് ട്രിപ്പ്? എവിടെയാ പോകുന്നത്? നെക്സ്റ്റ് ട്രിപ്പ് കുറച്ച് സ്ഥലങ്ങളുണ്ട്, പുറത്തുവിടാൻ പാടില്ല. അങ്ങനെയുണ്ടോ? പുതിയ വ്ളോഗേഴ്സ് ആരൊക്കെയാണ് നിങ്ങളുടെ ഇതിൽ പോകുന്നത്? പാക്കേജ് എടുത്ത് പോകുന്നത്? പുറത്തുവിടാൻ പാടില്ല. എന്നാൽ മുമ്പ് പോയവരുടെ പേര് പറ. കുറെ പേരുണ്ട്, അതിൽ മെയിൻ റസി ആണല്ലോ. ഓ, എന്നാലും പുതിയ ആൾക്കാരെ ആരും പറ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലേ. അപ്പം ഇനിയിപ്പോൾ അതെ ഒന്നുകൊടുത്ത് നിൽക്കുവാണല്ലേ നിസ്കരിക്കാൻ. എന്നാൽ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് വാ തങ്ങളെ. ഓക്കെ, ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ നമുക്ക് കൂടുതൽ കണ്ടന്റ്. അപ്പം നമുക്ക് വേണ്ടി ബീവി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീവി എനിക്ക് മന്തിയൊക്കെ ഇഷ്ടം കേട്ടോ. മന്തി മജ്ബൂസൊക്കെ അതെ. അപ്പം അതൊക്കെ ഉണ്ടാക്കി തരുമോ? ചുമ്മാതെ താൻ അതിന് ഞാൻ ഇവിടെ വരുമ്പോഴല്ലേ താൻ ഇതൊക്കെ പറയുന്നത്. ഇടക്കിടക്ക് ഇനിയും വരുന്നതായിരിക്കും. ഇനിയിപ്പൊ കൊച്ചിയിൽ നിന്നാണേലും വരാലോ അല്ലേ. ഇപ്പൊ മുഫി ഓഡിക്കാർഡ് വിടുവോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിടുവോ? അപ്പം നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, ഇറ്റ്സ് മീ റസി പർപ്പിൾ.